ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. യുകെയിലെ ഒരു മലയാളി ഫാമിലി സ്കൈ ബ്രോഡ്ബാൻഡിൻ്റെ ഒരു കണക്ഷൻ എടുത്തു. അത് തുടർന്ന് ഹസ്ബൻഡിൻ്റെ പേരിലാണ് കണക്ഷൻ എടുത്തത്. അടുത്ത ദിവസങ്ങളിൽ ഈ വൈഫിനൊരു കോള് ചെല്ലുന്നു. നിങ്ങളുടെ ബ്രോഡ്ബാൻഡിന്, സ്കൈ ബ്രോഡ്ബാൻഡിന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഓഫറുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പൈസ കുറച്ച് കിട്ടുന്നതല്ലേ, ഓക്കെ എന്ന് പറഞ്ഞ് ഈ വൈഫ് സംസാരിച്ചു. സംസാരത്തിനിടയിൽ ഇവരുടെ അക്കൗണ്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവർ ഈ വിളിച്ച ടീമുകൾ കരസ്ഥമാക്കി. അതിനുശേഷം അടുത്ത ദിവസം സ്കൈയിൽ നിന്ന് ഇവർക്കൊരു മെയിൽ ചെല്ലുന്നു, നിങ്ങളുടെ ഡിവൈസ് ഞങ്ങൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഇവർക്ക് ഒരു പാഴ്സൽ കിട്ടുന്നു. പാഴ്സൽ തുറന്ന് നോക്കിയപ്പോൾ iPhone 15 Pro Max. അപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. ഇവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് എന്തിനാണ് ഇത് അയച്ചു തന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈഫിനെ കോൺടാക്റ്റ് ചെയ്ത നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മൊബൈൽ ആവശ്യമില്ല, ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ അയച്ചു തരുന്ന ബാർകോഡ് വെച്ചുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള റോയൽ മെയിലിൻ്റെ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ഇത് റിട്ടേൺ ആയിട്ട് അയച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ പ്രകാരം ഈ ഐഫോണിൻ്റെ പാഴ്സൽ അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് റിട്ടേൺ ആയിട്ട് അയച്ചു. അതിൻ്റെ അടുത്ത ദിവസം ആ സെയിം നമ്പറിൽ നിന്ന് കോൾ വന്നിട്ട് പറഞ്ഞ്, ഞങ്ങൾ നിങ്ങൾക്ക് 2 ഐഫോണുകളാണ് അയച്ചു തന്നത്, അതിൽ ഒരെണ്ണേ റിട്ടേൺ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പെട്ടെന്ന് ഷോക്ക്ഡായി. ഇവർ അങ്ങനെ ഒരു ഫോൺ തന്നെ കിട്ടിയത് യാദർച്ഛികമാണെന്ന് വിശ്വസിച്ചിരുന്നപ്പോഴാണ് അങ്ങനെ മറ്റൊരു കോൾ വന്ന് നിൽക്കുന്നത്. ഇവർ നേരെ സ്കൈയിൽ വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളുടെ ഇതിൽ കാണിക്കുന്നില്ല എന്നൊക്കെ സ്കൈ പറയുന്നു. പക്ഷേ ഇവരുടെ സ്കൈയുടെ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ ഇവർ 2 ഡിവൈസ്, 2 ഐഫോൺ സ്വീകരിച്ചതായിട്ട് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ സ്കൈ ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇവരുടെ കയ്യിൽ കിട്ടിയ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഏതോ സ്കാമേഴ്സ് സ്കൈ മൊബൈൽസ് ഇവരുടെ ഇവരുടെ അക്കൗണ്ട് ഹോൾഡറുടെ അഡ്രസ്സിലേക്ക് വരുത്തുകയും ഈ അക്കൗണ്ട് ഹോൾഡറുടെ അഡ്രസ്സിൽ നിന്ന് സ്കാമേഴ്സ് അവരുടെ അഡ്രസ്സിലേക്ക് ഐഫോൺ വാങ്ങിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു തട്ടിപ്പ് ഇതിന് മുന്നേ ഞാൻ കേട്ടിട്ടില്ല. ഇതുപോലെയുള്ള ടെലിമാർക്കറ്റിംഗ് കോൾസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവർ ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. ഇവർ പറയുന്ന സ്കൈ എന്നാണെന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുക നിവർത്തിയുള്ളൂ. ഒന്നുകിൽ അത് ജെന്യുവിനായിട്ടുള്ള ടീമാണെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതുപോലെ ടെലിമാർക്കറ്റിംഗ് കോൾസുകാരോട് നിങ്ങൾ റിവീൽ ചെയ്യാവുള്ളൂ. ഞാനൊക്കെ എനിക്ക് വരുന്ന ടെലിമാർക്കറ്റിംഗ് കോൾസ് അപ്പം തന്നെ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കോൾ ചെയ്യുന്ന ഒരു കോൾസും ഞാൻ സ്വീകരിക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് കയറിയിട്ട് ഈ സൈറ്റുകൾ വഴിയായിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ടെലിമാർക്കറ്റിംഗ് കോൾസിനെ ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം ആരാണ് ഇതിൻ്റെ പിന്നിൽ സംസാരിക്കുന്നതെന്നൊന്നും നമുക്ക് ജെനുവിനിറ്റി ഉറപ്പ് വരുത്താൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ പ്രത്യേകം എല്ലാവരും ഒന്ന് മലയാളികൾ, യുകെയിലുള്ള മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. ആർക്കും നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും ഫോൺ വഴി കൊടുക്കാതിരിക്കുക. നിങ്ങളും തട്ടിപ്പിന് ഇരയാൻ സാധ്യതയുണ്ട്. കേട്ടുന്ന എല്ലാവർക്കും നന്ദി.